മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 3:6 Proverbs chapter 3 verse 6 നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ദൈവവിചാരത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിലെ ഒരു പ്രസിദ്ധ ശാസ്ത്രജ്ഞനായിരുന്നു ജോർജ് വാഷിംഗ്ടൺ കർവർ. നിലക്കടലയുടെയും ഉരുളക്കിഴങ്ങിന്റെയും വിവിധ ഉപയോഗങ്ങളെ കുറിച്ച് ആദ്യമായി കണ്ടെത്തിയത് ഇതാണ്. ഇതേക്കുറിച്ച് കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടി അദ്ദേഹം കൃഷിശാസ്ത്രജ്ഞന്മാരുടെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. 2 മണിക്കൂറോളം കടലയെക്കുറിച്ച് മാത്രം അദ്ദേഹം സരളമായ ഭാഷയിൽ സംസാരിച്ചു. പ്രസംഗാവസാനം യോഗാധ്യക്ഷൻ അദ്ദേഹത്തോട് കുശലാന്വേഷണം എന്ന മട്ടിൽ ചോദിച്ചു, ഡോക്ടർ, വളരെ ഹൃദ്യമായി താങ്കൾ ഇക്കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തീർച്ചയായും പ്രായോഗികം തന്നെയാണ്. താങ്കൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? ബൈബിളിൽ നിന്ന് കാർവറുടെ മറുപടി പെട്ടെന്നായിരുന്നു. ശ്രോതാക്കളിൽ ഒരാൾ അതിശയത്തോടെ ചോദിച്ചു, ബൈബിളിൽ എവിടെയാണ് നിലക്കടലയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? കാർവർ പറഞ്ഞു, ഇല്ല സഹോദര, പക്ഷേ നിലക്കടലയുടെ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവദൃഷ്ടിയായ നിലക്കടലയുടെ എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അവിടെ നിന്ന് എനിക്ക് അതിനുള്ള വഴിയും മാർഗവും കാട്ടിത്തന്നു. കാർവറുടെ ഉറച്ച മറുപടിയിൽ ശിരസ് അലിഞ്ഞലിഞ്ഞില്ലാതായി. അതെ, ദൈവവിചാരത്തോടെ നാം പ്രവർത്തിക്കുമ്പോൾ അത് വിജയമായിട്ട് മാറുകയാണ്. നമ്മുടെ കർത്താവിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.